വെളുത്തച്ഛൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ അമ്പെയ്തു കൊല്ലാൻ ശ്രമിച്ചെങ്കിലും മരിച്ചില്ല. പിന്നീട് അവർ ഇരുമ്പ് വടിക്കടിച്ച് കൊലപ്പെടുത്തുകയും ശരീരം ആരും കണ്ടുപിടിക്കാതിരിക്കാൻ ഒരഴുക്കുചാലിലേക്ക് എറിയുകയും ചെയ്തു. എന്നാൽ തൻ്റെ ശരീരം ഇന്ന സ്ഥലത്തുണ്ടെന്നറിയിക്കാൻ ലൂസിയ എന്നൊരു സ്ത്രീക്ക് പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധൻ്റെ നിർദ്ദേശപ്രകാരം പത്രോസ് പൗലോസ് ശ്ലീഹമാരെ അടക്കം ചെയ്തിരിക്കുന്നിടത്തായി സംസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിലാനിൽ ഒരു പകർച്ചവ്യാധി പടർന്നപ്പോൾ വിശുദ്ധൻ്റെ രൂപം ആ നഗരത്തിലൂടെ കൊണ്ടു നടന്നു. രൂപം കടന്നുപോയ ഇടങ്ങളിലെല്ലാം അത്ഭുത രോഗശാന്തി സംഭവിക്കുകയും ആ വലിയ നാശത്തിൽ നിന്നും ജനം രക്ഷപ്പെടുകയും ചെയ്തു. അതിന് നന്ദി സൂചകമായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താമെന്ന് തീരുമാനിച്ച അവർ ആ തിരുസ്വരൂപവുമായി ഒരു പായ്ക്കപ്പലിൽ യാത്ര പുറപ്പെട്ടു. ചരിത്രം കുറിക്കാനുള്ള ആ യാത്രാമധ്യത്തിൽ പ്രകൃതിക്ഷോഭമുണ്ടാവുകയും കപ്പൽ ആടിയുലഞ്ഞ് മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ കപ്പിത്താനും ആ പ്രദേശത്തെ പള്ളി വികാരിക്കും ഒരേ ദർശനമുണ്ടായി. ദർശനത്തിലെ നിർദ്ദേശമനുസരിച്ച് കപ്പൽ കരയോടടുപ്പിച്ചു. അവിടെ പള്ളി വികാരിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് വിശുദ്ധൻ്റെ തിരുസ്വരൂപം വന്നിറങ്ങിയ പുണ്യസ്ഥലമാണ് ഇന്നത്തെ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ. ഇവിടെ വെളുത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ജനത്തിൻ്റെ പഞ്ഞംപട വസന്ത എന്നീ കെടുതികളിൽ നിന്നും വിമുക്തരാക്കുന്നതിൽ ഏറെ പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. സഹതയോട് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.